ഹലോ എവരിവൺ, ദിശ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ദിശ അക്കാഡമിയോടൊപ്പം RRB ALP ടെക്നീഷ്യൻ കോഴ്സുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി, പ്രത്യേകിച്ചും യൂട്യൂബ് ക്ലാസ്സുകളും നമ്മുടെ ഓൺലൈൻ പെയ്ഡ് കോഴ്സും, ഈ രണ്ട് കോഴ്സസ് നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ദിശ അക്കാഡമിയുടെ ALP ടെക്നീഷ്യൻ ക്ലാസ്സസ്, ആരൊക്കെയാണ് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റുകളും എടുക്കുന്നത്, എങ്ങനെയാണത് പോകുന്ന ഒരു രീതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ പറയട്ടെ, RRB ALP കോഴ്സിനെ സംബന്ധിച്ച് നമുക്ക് ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനായിട്ട് നമ്മുടെ പെയ്ഡ് കോഴ്സ് അവൈലബിൾ ആണ്. ഇതുമല്ല, ഫ്രീ യൂട്യൂബ് ക്ലാസ്സസ് നമ്മൾ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ, എല്ലാ ദിവസവും ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ 9 PM ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ക്ലാസ്സസ് നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ദിശ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സസിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ്, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മുടെ കോഴ്സസ് മൂവ് ചെയ്യുന്നത്. ദിശ ഓൺലൈൻ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ എല്ലാ കോഴ്സസും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും സെക്ഷൻ വൈസ് ടെസ്റ്റുകളും SSCയുടെയും RRBയുടെയും ബാങ്കിങ് എക്സാംസിൻ്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള സെറ്റ് ഓഫ് മോക്ക് എക്സാംസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ഇതിനകത്തുള്ള ട്രയൽ മോക്ക് എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് എഴുതി നോക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അങ്ങനെയല്ല, ആ മൊബൈൽ പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടി ആപ്ലിക്കേഷനിലുള്ള എല്ലാ കാര്യങ്ങളും www.dishaonline.co.in എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ അതേ വെബ് പോർട്ടലാണ് dishaonline.co.in എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് രണ്ടിനകത്തും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് നിങ്ങൾക്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് പ്രത്യേകത. ഇനി റെയിൽവേയുടെ കോഴ്സിനെ പറ്റി ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ദിശ അക്കാഡമി ഫോളോ ചെയ്യുന്ന ഒരു പെക്യുലിയർ മാനറിലാണ്. അതായത് എല്ലാവരെയും പോലെ പല കോഴ്സുകൾക്ക് പല ഫീസ് മേടിച്ച് പല ഡിഫറെൻറ്റ് കോഴ്സസ് ആയിട്ടല്ല നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ റെയിൽവേ എക്സാംസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, റെയിൽവേ പരീക്ഷകൾക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഒരൊറ്റ സബ്സ്ക്രിപ്ഷൻ വാങ്ങിയാൽ നിങ്ങൾക്ക് എല്ലാ കോഴ്സുകളുടെയും ആക്സസ് കിട്ടുന്നതായിരിക്കും. അല്ലാതെ പല കോഴ്സുകൾക്ക് പല ഫീസ് വാങ്ങി പഠിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് സ്പെഷ്യലി റെയിൽവേ എക്സാം പഠിക്കുകയാണെങ്കിൽ റെയിൽവേയുടെ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ഒരേ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. അതായത് നോൺ ടെക്നിക്കൽ എക്സാംസിന്, നോൺ ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്, ഈ സബ്ജക്റ്റുകൾ മെയിൻ ആയിട്ടും വരുന്ന എല്ലാ എക്സാംസിൻ്റെയും, റെയിൽവേയുടെ എല്ലാ എക്സാംസിൻ്റെയും, അതായത് ഏതൊക്കെ എക്സാംസ് ആണ് വരാൻ പോകുന്നത്. ഇപ്പോൾ ഗ്രൂപ്പ് ഡി പരീക്ഷയുണ്ട്, പരീക്ഷ വരുന്നുണ്ട്, NTPC പരീക്ഷ വരുന്നുണ്ട്, അതുപോലെ തന്നെ റെയിൽവേയുടെ ALPയുടെ നോട്ടിഫിക്കേഷൻ വന്ന അതിൻ്റെ എക്സാം ഉണ്ട്, ടെക്നീഷ്യൻ ഉണ്ട്, ഇപ്പം RRB JEയുടെ CBT 1 ഉണ്ട്. ഇതെല്ലാം നോൺ ടെക്നിക്കൽ പാർട്ട് വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നത് ഒരു സിംഗിൾ സബ്സ്ക്രിപ്ഷനില്ല. ഓരോന്നിനും സെപ്പറേറ്റ് കോഴ്സുകൾ മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു സിംഗിൾ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എല്ലാ കോഴ്സിൻ്റെ ആക്സസ് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ യൂസ്ഫുൾ ആക്കുക. മാത്രമല്ല, എല്ലാ സബ്സ്ക്രിപ്ഷനും 1 year വാലിഡിറ്റിയോടാണ് നിങ്ങൾക്ക് കൊടുക്കുന്നത്. ഈ കോഴ്സുകളെല്ലാം തന്നെ ഒരു വർഷത്തെ വാലിഡിറ്റിയിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസിലാണ് കറന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് 5,999 രൂപയ്ക്ക് 1 yearൽ നിങ്ങൾക്ക് എല്ലാ നോൺ ടെക്നിക്കൽ പരീക്ഷകളും, റെയിൽവേയുടെ എല്ലാ നോൺ ടെക്നിക്കൽ പരീക്ഷകളും ലൈവായിട്ട്, സ്പെഷ്യലി ശ്രദ്ധിക്കുക, ലൈവിൻ്റെ കൂടെ തന്നെ ഈ ലൈവ് ക്ലാസ്സസ് റെക്കോർഡഡ് ആയിട്ടും ലൈവ് സെഷൻസിന് ശേഷം അവൈലബിൾ ആവും. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ ക്ലാസ്സസ് ഫോളോ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്ലാറ്റ്ഫോമും ഇല്ല എന്ന് തന്നെ പറയാം. അതും ഇത്രയും ക്വാളിറ്റി, ക്ലിയർലി റെയിൽവേ എക്സാമിൻ്റെ ക്വാളിറ്റി കണ്ടന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന വേറെ പ്ലാറ്റ്ഫോംസ് ഒന്നുമില്ല. അത് നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ് ചെയ്ത് ഡെമോ ക്ലാസ്സുകളും മറ്റും കണ്ട് മനസ്സിലാക്കി മാത്രം ഈ കോഴ്സിലോട്ട് വന്നാൽ മതി. അപ്പോൾ ഇതുകൊണ്ട് കോഴ്സിൻ്റെ ക്വാളിറ്റി എല്ലാവരും ചെക്ക് ചെയ്ത് കണ്ട് മനസ്സിലാക്കി എടുക്കുക. ഇനി നമ്മുടെ കോഴ്സിനെ പറ്റി പറയുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ഒരു കോഴ്സ് വാങ്ങുകയാണെങ്കിൽ 5,999 രൂപ നിങ്ങൾ മുടക്കിയിട്ട് 1 year സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ കോഴ്സ് അല്ല കിട്ടുന്നത്. RRBയുടെ ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറയുന്ന എല്ലാ റെയിൽവേ പരീക്ഷകൾക്കും വേണ്ട ബേസിക് സിലബസ് ഒക്കെ കവർ ചെയ്തു പോകുന്ന ഒരു കോഴ്സാണ് RRB ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കോഴ്സിന്റെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. അതുകൂടാതെ വന്ദേ ഭാരത് ക്ലാസ്സസ് എന്ന് പറയും, വന്ദേ ഭാരത് കോഴ്സ് എന്ന് പറയും. അത് റെയിൽവേയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത ഒരു കോഴ്സാണ് വരുന്നത്. അതുകൂടാതെ കറന്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന റെയിൽവേയുടെ ALP ആൻഡ് ടെക്നീഷ്യൻ ബാച്ച്, ഈ 3 ബാച്ചിലേക്കുള്ള ആക്സസ് ഈ പറയുന്ന ഒരു കോഴ്സ് മേടിക്കുന്ന എല്ലാവർക്കും കിട്ടും. അല്ലാതെ ഒരു സിംഗിൾ കോഴ്സ് മാത്രമല്ല. ഇപ്പോൾ RRB ഫൗണ്ടേഷൻ കോഴ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം 300+ വാച്ച് അവേഴ്സ്
ഹവേഴ്സ് വരുന്ന 300-ൽ പുറത്ത് ഹവേഴ്സ് വരുന്ന ക്ലാസ്സസ് വരുന്ന, അതും ക്ലിയർലി ക്വാളിറ്റി കണ്ടന്റ് ആയിട്ട് വരുന്ന ക്ലാസ്സസ് വരുന്ന ഒരു കോഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതിനകത്ത് മാത്സ് ക്ലാസ് എടുത്തിരിക്കുന്ന അദ്വൈത് സാറാണ്, അതുപോലെ റീസണിങ് ക്ലാസ് എടുത്തിരിക്കുന്നത് ഡെന്നിസ് സാറ്, ഷിജോ, ഇവർ രണ്ടുപേരാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ സയൻസിൻ്റെ സബ്ജക്റ്റ് എടുക്കുന്നത് ഞാൻ, അതുപോലെ തന്നെ അർച്ചന മിസ്സാണ് എടുത്തിരിക്കുന്നത്, ഗീതു മിസ് പൊളിറ്റി എടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഫാക്കൽറ്റീസും, ജോഗ്രഫി എടുക്കുന്ന ശ്രീരാഗ് സാറാണ്, ഹിസ്റ്ററി എടുക്കുന്ന ശ്രീരാഗ് സാറാണ്. അങ്ങനെ ഓരോ ഫാക്കൽറ്റീസും, നിത്യ മിസ്സിൻ്റെ കറണ്ട് അഫയേഴ്സ് തുടങ്ങിയ സബ്ജക്ട്സ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ പല പല ഫാക്കൽറ്റീസ്, ഒരുപാട് ഫാക്കൽറ്റീസ് ചേർന്ന് അവരുടെ സ്പെഷ്യലൈസ്ഡ് ഏരിയാസ് കൃത്യമായിട്ട് ക്ലാസ് എടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് RRB ഫൗണ്ടേഷൻ കോഴ്സ്. ഈ കോഴ്സ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി വന്ദേ ഭാരത് ബാച്ചും ഇതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യലൈസ്ഡ് ഫാക്കൽറ്റീസ് ഓരോരുത്തരും ക്ലാസ്സസ് എടുത്താണ് തീർന്നിരിക്കുന്നത്. ഇനിയും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന RRB ALP ടെക്നീഷ്യൻ കോഴ്സ് എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയാണ് നിങ്ങളെ ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആ കോഴ്സിൽ ആരൊക്കെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്, എന്തൊക്കെയാണ് അതിനകത്ത് പോകേണ്ട ഒരു രീതി തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇതിനകത്ത് ഈ കോഴ്സിലെ ഫാക്കൽറ്റീസിനെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വരുന്നത്. അപ്പോൾ മാത്സ് സബ്ജക്ട് എടുക്കുന്നത് ഗ്രീഷ്മ മിസ് ആണ്. നമ്മുടെ മാത്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് വേണ്ടി എടുക്കുന്നത് ഗ്രീഷ്മ മിസ് ആണ്. അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഗ്രീഷ്മ മിസ്സിനെ ഈ ഒരു കോഴ്സിലേക്ക് കൊണ്ടുവന്നത്. മിസ്സിന്റെ ക്ലാസ്സസ് തന്നെ ഫോളോ ചെയ്യണം, മിസ്സിന്റെ ക്ലാസ്സസ് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് പ്രത്യേകിച്ചും RRB ALPയുടെ ടെക്നീഷ്യൻ്റെ കോഴ്സിൽ മിസ്സിനെ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ മിസ്സിനെ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, മിസ് ഒരുപാട് വർഷം ഈ ഒരു ഫീൽഡിൽ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വളരെ നന്നായിട്ട് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞു തരുന്ന, അതുപോലെ അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ച് തരുന്നതാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ മിസ്സാണ് നമ്മൾ RRB ALP ടെക്നീഷ്യൻ കോഴ്സിൽ നമ്മളെ ലീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മിസ്സിൻ്റെ ക്ലാസ്സുകൾ ആപ്ലിക്കേഷനിൽ മാത്രമല്ല യൂട്യൂബിലും ഫ്രീ ക്ലാസ്സസ് ആയിട്ട് മിസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കുക. അപ്പോൾ മാത്സിൻ്റെ കാര്യത്തിൽ നമുക്ക് ഗ്യാരണ്ടി ആയി, ഇനി അതിനകത്ത് ആർക്കും ടെൻഷനൊന്നും വേണ്ട. മാത്സിലുള്ള മാക്സിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗ്രീഷ്മ മിസ് നിങ്ങളെ ട്രെയിൻ ചെയ്തോളും. അപ്പോൾ അത് ഫോളോ ചെയ്യുക. കൃത്യമായിട്ട് മിസ് തരുന്ന ഇൻസ്ട്രക്ഷൻ വഴി യൂട്യൂബ് ക്ലാസ്സിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പെയ്ഡ് കോഴ്സ് ആണെങ്കിൽ അതിനകത്ത് വരുന്നവരും കൃത്യമായിട്ട് മിസ്സിനെ ഫോളോ ചെയ്ത് പോകാൻ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത സബ്ജക്റ്റ് നമുക്ക് നോക്കാം. റീസണിങ് സബ്ജക്റ്റിൽ നമ്മളെ ലീഡ് ചെയ്യുന്ന രണ്ടുപേര് നമ്മുടെ സബ്ജക്ട്സ് മെയിനായിട്ട് ലീഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ശരത് സാറും അതുപോലെ ഡെന്നിസ് സാറും. ഇവർ രണ്ടുമായിരിക്കും നമ്മുടെ റീസണിങ് സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ശരത് സാറ് സ്പെസിഫൈഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ്, അതുപോലെ ഡെന്നിസ് സാറിൻ്റെതായിട്ടുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ്. രണ്ടുപേരും കൂടിയാണ് റീസണിങ് സബ്ജക്റ്റ് നമുക്ക് വേണ്ടി ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്ത, കുറേ ആൾക്കാർ പ്രിഫർ ചെയ്ത് പറഞ്ഞ ഇവരെടുക്കണം, ഈ ഫാക്കൽറ്റീസിനെയൊക്കെ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഫാക്കൽറ്റീസിനെ തന്നെ വെച്ചുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഒരു കോഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ, ഫാക്കൽറ്റി ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ റീസണിങ് എടുക്കുന്നത് ശരത് സാറും അതുപോലെ ഡെന്നിസ് സാറാണ്. ഇവരുടെ ക്ലാസ്സുകൾ നമുക്ക് യൂട്യൂബിലും അവൈലബിൾ ആവും, യൂട്യൂബിൽ ഫ്രീ ക്ലാസ്സും അവൈലബിൾ ആവും. അതുകൂടാതെ നമ്മുടെ പെയ്ഡ് കോഴ്സും ഇവർ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ഇനി അടുത്ത സബ്ജക്ട്സ് നമുക്ക് നോക്കാം. അടുത്ത സബ്ജക്റ്റ് സയൻസ് ആണ്. നമുക്കറിയാം, റെയിൽവേയുടെ പരീക്ഷകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ സയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ALP ടെക്നീഷ്യൻ പറയുന്ന കോഴ്സിൽ സയൻസിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ സയൻസ് എടുക്കുന്നത്, ഫിസിക്സും കെമിസ്ട്രി സബ്ജക്റ്റ് ഞാൻ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത്. മാത്രമല്ല ബയോളജി സബ്ജക്റ്റ് എടുക്കുന്നത് അർച്ചന മിസ് ആയിരിക്കും. ഓൺലൈൻ കോഴ്സ് അർച്ചന മിസ് ആയിരിക്കും ലീഡ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ്. മാത്രമല്ല നമുക്ക് ബിബു സാർ അവൈലബിൾ ആണ്. ബിബു സാറിൻ്റെ സമയം അനുസരിച്ച് ഫിസിക്സിൻ്റെ ക്ലാസ്സുകൾ ബിബു സാറും കുറേ പാർട്ടുകളൊക്കെ കവർ ചെയ്യും. ഇപ്പോൾ സാറിൻ്റെ കോഴ്സുകൾ, പെയ്ഡ് കോഴ്സ് എടുത്തിട്ടുള്ളവർക്കറിയാം, സാറിൻ്റെ ക്ലാസ്സിൻ്റെ കണ്ടന്റിനെ പറ്റി പലർക്കും ധാരണയുണ്ട്. അപ്പം പെയ്ഡ് കോഴ്സായിട്ടായിരിക്കും സാർ എടുക്കുന്നത്. അപ്പോൾ യൂട്യൂബിൽ ക്ലാസ്സസ് ഞാനായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. എൻ്റെ കൂടെ അർച്ചന മിസ്സും അവൈലബിൾ ആയിരിക്കും സയൻസ് സബ്ജക്റ്റിൻ്റെ വേണ്ടി. അടുത്ത സബ്ജക്റ്റ് നമ്മുടെ ജോഗ്രഫി ഹിസ്റ്ററി സബ്ജക്റ്റ് നമ്മുടെ ശ്രീരാഗ് സാറാണ് എടുക്കുന്നത്. ശ്രീരാഗ് സാറിൻ്റെ ക്ലാസ്സുകൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. കുറേ പേര് കമൻറ്റ് ചെയ്യുന്നതാണ് സാറിൻ്റെ കുറേ കൂടെ ക്ലാസ്സസ് വേണം, ഹിസ്റ്ററിയുടെ ക്ലാസ് വേണം, ജോഗ്രഫിയുടെ ക്ലാസ് വേണം. അപ്പോൾ ശ്രീരാഗ് സാറാണ് നമ്മുടെ റെയിൽവേ വീഡിയോ സീരീസിൽ റെയിൽവേ RRB ALP ടെക്നീഷ്യൻ കോഴ്സിൽ നമ്മുടെ ഹിസ്റ്ററി, ജോഗ്രഫി ഈ രണ്ട് സബ്ജക്റ്റുകളും കംപ്ലീറ്റ് ചെയ്യുന്നത് ശ്രീരാഗ് സാർ ആയിരിക്കും. അതുപോലെ തന്നെ ശ്രീരാഗ് സാറിൻ്റെയും വീക്ക്ലി നമുക്ക് ഇതുപോലെ നമ്മുടെ ഫ്രീ വീഡിയോ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ക്ലാസ് നമുക്കിനിയും പ്രതീക്ഷിക്കാം. ഇനി അടുത്ത സബ്ജക്ട് സ്റ്റാറ്റിക് GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഈ രണ്ട് സബ്ജക്ട്സും എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും, പഠിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും. അങ്ങനെ ആയിരിക്കെ ഈ രണ്ട് സബ്ജക്റ്റിലും ടഫായിട്ടുള്ള ഈ രണ്ട് സബ്ജക്റ്റുകളും നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത് നിത്യ മിസ് ആയിരിക്കും. അപ്പോൾ ഒരുപാട് കണ്ടന്റുകൾ മിസ് ഇപ്പം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കണ്ടന്റ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ കണ്ടന്റ്സ് ഒക്കെ റെഡിയായി നിങ്ങൾക്ക് വരുന്ന കോഴ്സിലും ഇനി വരുന്ന ദിവസവും നിങ്ങൾക്ക് റെഡിലി അവൈലബിൾ ആക്കും. അപ്പോൾ നിത്യ മിസ് നിങ്ങൾക്ക് സ്റ്റാറ്റിക് GKയും കറണ്ട് അഫയേഴ്സും എടുക്കുന്നതാണ്. മറ്റൊരു കാര്യം ഇതിന്റെ കൂടെ പറയട്ടെ, ഈ വരുന്ന വീക്ക്, നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്നത് നിത്യ മിസ്സിന്റെ ഒരു സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് സെഷൻ.
അതായത് ഈ വരുന്ന സമയത്തുള്ള എക്സാംസ്, പ്രത്യേകിച്ചും SSC GD പരീക്ഷ വരാൻ പോവാണ്. അപ്പോൾ ഈ പരീക്ഷയുടെ സമയത്ത് ആ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇത്രയും നാളുള്ള കറണ്ട് അഫയേഴ്സിൽ നിന്ന് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ടോപ്പിക്കുകളും ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സെഷൻ ഈ വരുന്ന ആഴ്ച വരുന്നുണ്ട്. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ഈ 4 ദിവസം കൊണ്ടായിരിക്കും ആ കറണ്ട് അഫയേഴ്സ് സെഷൻ വരുന്നത്. അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആവും. അപ്പോൾ അത് മസ്റ്റായിട്ടും ആ ക്ലാസ്സസ് നിങ്ങൾ പറ്റുന്നവരൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ സ്റ്റാറ്റിക് GKയും കറണ്ട് അഫയേഴ്സും നിത്യാമിസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവസാനം നമ്മുടെ പൊളിറ്റി, ഇന്ത്യൻ പൊളിറ്റി ചെയ്യുന്നത് ഗീതു മിസ് ആണ്, നമ്മുടെ ഇന്ത്യൻ പൊളിറ്റി സബ്ജക്ട് എടുക്കുന്നത്. അപ്പോൾ മിസ്സിന്റെ ക്ലാസ്സുകളും നമ്മുടെ പെയ്ഡ് കോഴ്സിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് പൊളിറ്റി എടുക്കുന്ന മിസ്സാണ്. അതുപോലെ തന്നെ മിസ് നമ്മുടെ യൂട്യൂബ് ചാനലിലും ഇതിന്റെ ക്ലാസ്സസ് കുറേ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ മിസ്സിന്റെ ക്ലാസ് ആയിരിക്കും കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യൻ പൊളിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത്രയുമാണ് നമ്മുടെ ടോട്ടൽ ഫാക്കൽറ്റീസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ പുതുതായിട്ട് പരിചയപ്പെടുത്താനുള്ള ആൾക്കാരൊന്നും അല്ല. നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഫാക്കൽറ്റീസിനെ ഓരോരുത്തരെയും പരിചയമുണ്ട്. എന്നിരിക്കെ നമ്മുടെ ടോട്ടൽ ഫാക്കൽറ്റീസ്, ഏതൊക്കെ ഫാക്കൽറ്റീസ് ആണ് ഈ ഒരു കോഴ്സ് എടുക്കുന്നത് എന്നൊരു കാര്യം നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ മാത്രം വന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും റെഗുലർ ആയിട്ട് ഈ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.